നമസ്കാരം. റെഡ് കാർപ്പറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് പുതിയൊരു നിറം പകർന്ന നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് രശ്മി ചേച്ചിയും ബോബൻ ചേട്ടനും കൂടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരെയും വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ രശ്മി ചേച്ചി ആൻഡ് ബോബൻ ചേട്ടാ, രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ പുതിയ സംവിധായകരുടെ സിനിമയിൽ അഭിനയിച്ചല്ലോ ചേട്ടൻ. സോ അത് അവരുടെ പുതിയ ടെക്നിക്സ് അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ നമുക്കും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മളും ഒന്ന് ഉൾക്കൊണ്ട് കാണുമല്ലോ. അപ്പൊ ഇനി അത് ചേട്ടൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഞാൻ ഓരോ മറ്റുള്ളവരുടെ സിനിമകളിൽ ചെല്ലുമ്പോഴും നമുക്ക് അതിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റുമെന്നും പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കാറുണ്ട്. കഥകൾ അതുപോലെ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ചില സിറ്റുവേഷൻ കാണുമ്പോൾ അതിൻ്റെ മറ്റൊരു സിറ്റുവേഷൻ നമുക്ക് ഓർമ്മ വരും. അങ്ങനെ ഇരുന്ന് ഞാൻ പല കാര്യങ്ങളും ചിന്തിക്കാറുണ്ട്. ചേട്ടൻ ആരെങ്കിലും ഉണ്ടോ സിനിമയിൽ ഒരു ഗോഡ് ഫാദർ എന്ന് പറയാൻ, അല്ലെങ്കിൽ ഭയങ്കര വലിയ സൗഹൃദം അങ്ങനെ സൂക്ഷിക്കുന്ന ആരെങ്കിലും? സൗഹൃദങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതിന് മുന്നേ വിളിച്ച് അങ്ങനെ ചോദിക്കാം അങ്ങനത്തെ ഗോഡ് ഫാദർ അങ്ങനെ ആരുമില്ല. എന്റെ വീട്ടിലാരും സിനിമാക്കാരും ഇല്ല. എന്റെ വീടിന്റെ അയൽവക്കത്തും ഇല്ല. ആരും എന്നെ വിളിച്ചുകൊണ്ടുപോയി നീ സിനിമയിലേക്ക് വാ എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഞാൻ ഉള്ളൂരാണ് താമസിച്ചത്. അപ്പോൾ ഉള്ളൂർ എൻ്റെ വീടിന് അടുത്തായിട്ട് നമ്മുടെ സന്തോഷ് ശിവന്റെ ഒക്കെ വീടിന് കുറച്ചടുത്തായിട്ട് ഒരു വീട്ടിൽ സ്ഥിരം ഷൂട്ടിംഗ് നടക്കുന്ന ഒരു വീടുണ്ട്. അപ്പം ഞാൻ അവിടെ ജനറേറ്റർ വണ്ടി പോകുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകില്ല. എവിടെയെങ്കിലും കറങ്ങി ആ വീടിന്റെ മുമ്പിൽ പോയി നിൽക്കും. ഒരുപക്ഷെ അതായിരിക്കും നമ്മളെ സിനിമ. പിന്നെ ഒരു വലിയ ജയൻ ആരാധകനാണ്. അതെ, ഓ അത് ശരിയാ. നമ്മൾ ആ ദിവസം സിനിമകൾ നമ്മൾ കുറച്ച് പേരുണ്ട് ഗ്രൂപ്പ്. 1000 മുകളിൽ തവണ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന പോലെ നമ്മുടെ മനു ജഗത്, നമ്മുടെ മിന്നൽ മുരളിയുടെ ആർട്ട് ഡയറക്ടർ മനു ഞാനും ഒക്കെ എവിടെയെങ്കിലും ചാനലിൽ ജയന്റെ സിനിമ ഉണ്ടെങ്കിൽ ഞാൻ മനുവിന് മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ മനു എനിക്ക് മെസ്സേജ്. ആദ്യം സത്യം പറഞ്ഞാൽ ഈ ഒരു എക്സ്ട്രാ ഇത് കണ്ടപ്പോ എനിക്ക് പേടിയായിരുന്നു. ലൈക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ പിരി ലൂസ്, പക്ഷെ അതുപോലെ പിരി ലൂസ് എക്സ്ട്രീമായ കുറെ ആൾക്കാരെ കണ്ടപ്പോ ഈ അത് ഇവരോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ ആരാധന കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിലൊക്കെ ഇവരുടെ മാനറിസം ഒക്കെ വരാറുണ്ട്. നേരത്തെ കുറച്ച് സംസാരിച്ചപ്പോൾ സാറിന്റെ ഒക്കെ വന്നു ആ ഒരു തമാശയിലും അല്ല നന്നായി മിമിക് ചെയ്യും. ആണോ? അടിപൊളി. ആരുടെയൊക്കെ സൗണ്ട് ചെയ്യും? അങ്ങനെയില്ല. ഇല്ല, നമ്മളിപ്പോ ഒരാളുമായിട്ട് ഇരുന്ന് ഒരു അരമണിക്കൂർ സംസാരിച്ചാൽ ചിലപ്പോൾ ഞാൻ അയാളെ പോലെ കുറച്ച്. ഓ അങ്ങനെ 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 അങ്ങനെ. നടന്മാരിൽ ആരെയായിരിക്കും ചേട്ടൻ കൂടുതലും അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവുക? ഇപ്പം ഞാൻ ഒബ്സർവ് ചെയ്ത നടന്മാരെ വെച്ചൊന്നും എനിക്ക് സംവിധാനം ചെയ്യാൻ പറ്റിയിട്ടില്ല. സൗണ്ട് എടുത്ത് സ്റ്റേജിൽ പെർഫോം സൗണ്ട് ഒക്കെ ഞാൻ അന്ന് കമലഹാസനെയൊക്കെ കാണിക്കുമായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ചെറിയ രീതിയിലൊന്നും കാണിക്കാൻ ടച്ച് വിട്ടു. അന്നൊക്കെ നമ്മുടെ ഈവൻ എന്റെ ഒരു വരുമാനം കൂടെ ആയിരുന്നു മിമിക്രി എന്ന് പറയുന്നത്. ആണോ? അതെനിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു. പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമായിരുന്നു. അത് ശരി. ഏതെങ്കിലും ട്രൂപ്പിലായിരുന്നു? നമ്മളുടെ ഒരു ഗ്രൂപ്പ്, ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഒന്നും നമുക്കത് ട്രൈ ചെയ്യാനായിട്ട് ഒന്നും പറ്റില്ല. ട്രൈ ചെയ്താലും അങ്ങനെ പെർഫെക്ഷൻ കിട്ടണമെന്നൊന്നും. ഒന്ന് എന്തെങ്കിലും ഒരെണ്ണം ചെറിയതൊരു കുഞ്ഞിതൊന്ന് ട്രൈ ചെയ്താൽ ചിലപ്പോ കിട്ടും. സാറിന്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒരുപാട് കാലമായി. അത്രേ ഉള്ളൂ, ട്രൈ ചെയ്യാം. നമ്മൾ എല്ലാ കാര്യങ്ങളും ട്രൈ ആണല്ലോ ചെയ്തത്. അമ്മയുടെ പൊന്നുമോൻ ഫസ്റ്റ് ക്ലാസ്സായി പശായി വന്നു അമ്മേ. അങ്ങനെയൊക്കെ അറിയാം. അതൊക്കെ അന്നത്തെ നമ്മുടെ ഏജിന് അതൊക്കെ ഓക്കെ ആയിരുന്നു. ഇപ്പൊ നമുക്കത് എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് ഇനിയിപ്പോ ഇത് കാണുമ്പോ അറിയാം. അല്ല അതല്ല, ചേട്ടൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പോ നമ്മളത് എന്ത് കാര്യവും ടച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സോ അത് അതിൻ്റെ ഒരു രീതിയിലാണ് പ്രേക്ഷകർ എടുക്കുള്ളൂ. ശരിക്കും ബോബൻ ചേട്ടൻ കഥ പറയുമ്പോൾ അത് നന്നായിട്ട് വിഷ്വൽ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ആക്ടേഴ്സ് പറയുന്നത്. വളരെ രസമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ അതും കുഞ്ഞുനാളിന് മുതലുള്ള ഒരു സംഭവമായിരിക്കും. പൊതുവെ സ്വഭാവം എങ്ങനെയാണ്? വീട്ടിൽ വന്നാലും പുറത്ത് നടക്കുന്ന വിശേഷങ്ങൾ ഫലിപ്പിക്കാൻ എക്സ്പേർട്ടാ. പല കള്ളത്തരങ്ങളും പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മള് കുറെ കേട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെയാണ്. എല്ലാ വിശേഷങ്ങളും ഇങ്ങനെ ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് പറയും. ഊതിപ്പെരിപ്പിക്കില്ല, ഈ പറയുന്ന പോലെ എല്ലാം ഷെയർ ചെയ്യും. കള്ളത്തരം ഒന്നുമില്ല. അതൊന്നും ഞാൻ പറയില്ല. പറഞ്ഞാൽ കല്ല് വെച്ച നുണയായി പോകും. ഈ ചേട്ടനിൽ ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം എന്താണ്? ഇത്ര 21 വർഷത്തിലും ഈ കേസുകൾക്ക് ഉണ്ടാക്കണ വഴക്കൊരു സാധനം. പിന്നെ മടി. അവനും എന്റെ ജോലിയില് ചിലപ്പോൾ 4 മണിക്ക് എണീറ്റ് പോകുന്നതാണ്. അപ്പം ഞാൻ ചോദിക്കും ലൊക്കേഷൻ അടിച്ചു വരാൻ പോകുന്നതാണെന്ന്. ആ ശുഷ്കാന്തി ഉണ്ട്.
അല്ലാത്തപ്പം ഇരിക്കുന്നിടത്തുനിന്ന് ചിലപ്പോൾ ഞാൻ പറയും ഒന്ന് മാറിയിരിക്കും വേര് കിളിക്കും പറയും. അതുപോലത്തെ മടി എക്സ്ട്രീം ചിന്ത രണ്ട് എക്സ്ട്രീമാണ്. അത് മാത്രം. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചോണ്ടേയിരിക്കും. 10 തവണ ഓർമ്മിപ്പിച്ചാൽ ചിലപ്പോൾ ചെയ്യും. 1-2 തവണ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിക്ക് ഓർമ്മിപ്പിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കും. ഞാൻ അതുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചാൽ ചേട്ടൻ ഒരു തവണ പറഞ്ഞാൽ ചേച്ചി ഓർമ്മിക്കണം. അതെ അതെ. എന്തൊക്കെ കാര്യങ്ങളാണല്ലേ ഈ 21 വർഷത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നിസ്സാര കാര്യമല്ല. അതിന് ഒരു കൈയടിയും കൂടി ഞാൻ തന്നേ മതിയാവും. അല്ല ഈ പറയുന്ന പോലെ എന്താണ് ഓൺ റോസസ് ഒന്നും ആയിരുന്നില്ല. ചില സമയത്ത് 2 അടിച്ച് പിരിയെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ആണല്ലേ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, നമുക്കിപ്പോ എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കും ഇല്ലായിരുന്നു, 21 വർഷം ഭയങ്കര സ്നേഹമായിരുന്നു. ഒരു മനുഷ്യർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കള്ളത്തരായി 4 ദിവസം സ്നേഹം, ബാക്കിയുള്ളത് അടി. ഇനി എന്തൊക്കെയാണ്? അതായത് ചേട്ടന് ഒരുപാട് സിനിമകൾ കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സംവിധായകന്റെ വ്യൂ പോയിന്റില് ഭയങ്കര അത്ഭുതപ്പെടുത്തിയ നടന്മാര് ആരൊക്കെയാണ്? ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാർ നമുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് കണ്ടതില് ഭയങ്കര അത്ഭുതപ്പെടുത്തിയ ഒരു നടൻ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ്? ഈ അടുത്ത കാലത്ത് കണ്ട് എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ നമ്മുടെ ഇദ്ദേഹമാണ്. ഇപ്പൊ ഞാൻ മിന്നൽ മുരളിയിലെ ഗുരു സോമസ്. അദ്ദേഹത്തിന് എനിക്ക് ഈ പറയുന്ന പോലെ മറ്റേ ആ ഒരു ആന്തോളജി ഒരു ഫിലിമിൽ പുള്ളി ചെയ്തിരുന്നല്ലോ, ആ കുട്ടികളെ. അന്ന് ഞാൻ ഇദ്ദേഹത്തിന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും 5 സുന്ദരികളെ ക്യാരക്ടർ കണ്ടു, നമുക്ക് അയാളോട് വെറുപ്പ് തോന്നി, മനസ്സിലായി അയാൾ നല്ലൊരു ആർട്ടിസ്റ്റാണ്. പക്ഷെ ഒരു ഹീറോയുടെ കൂടെ ഈക്വലായിട്ട് അവസാനം വരെ പിടിച്ചിരുന്നപ്പോൾ നമുക്കൊരു ഭയങ്കര എനിക്ക് ഒരു പക്ഷേ അടുത്ത കാലത്ത് എന്നെ വിസ്മയിപ്പിച്ച ഒരു നടൻ അദ്ദേഹം. പിന്നെ മലയാളത്തില് ക്യാരക്ടേഴ്സ് റോൾ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു ഭാഷകളിലും ഹ്യൂമർ ആണെങ്കിൽ പോലും. നമ്മളെ മലയാളത്തിൽ പറയുന്ന ഇനി നമ്മൾ മലയാളികളായോണ്ടെന്ന് അറിയില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കോമഡി ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള മലയാള സിനിമ, അതുപോലെ ക്യാരക്ടേഴ്സ് തന്നെ, കിരീടമായാലും ശരി, അങ്ങനെ എത്രയോ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമ്മൾ ഇതിന്റെ റീമേക്കുകൾ ശ്രദ്ധിക്കുമ്പോഴാണ് അറിയുന്നത് മലയാളികളുടെ മലയാള നടന്മാരുടെ കഴിവെന്താണെന്ന് ഈ പടങ്ങളുടെ റീമേക്ക് നോക്കുമ്പോൾ. അപ്പോൾ രശ്മി ചേച്ചിക്കും ഒരു ഹ്യൂമർ ക്യാരക്ടേഴ്സ് ചെയ്യാൻ നല്ലൊരു ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ ചില എക്സ്പ്രഷൻസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ഒരു കോമിക് എലമെന്റ് വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഒരു ഫ്രീഡം ഉണ്ടോ? എനിക്ക് ഹ്യൂമർ ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം. ഈ പറഞ്ഞ കരഞ്ഞു വിളിക്കുന്ന സാധനങ്ങളോട് വലിയ താല്പര്യമില്ല, ഹ്യൂമറാണ് ഇഷ്ടം. പക്ഷെ എനിക്കൊന്ന് അഭിനയത്തെക്കാൾ കൂടുതൽ ആരെങ്കിലും നമ്മളോട് ചോദിക്കും, നമ്മളെ വീട്ടിലെ എന്താ പറയാ 21 വർഷത്തെ രഹസ്യം എന്താന്ന് വെച്ചാൽ പറയും എന്റെ ഹ്യൂമറാണെന്ന് പറയും. വഴക്കുണ്ടാക്കുന്ന എന്താന്ന് വെച്ചാൽ അസ്ഥാനത്തുള്ള എന്റെ ഹ്യൂമർ. കോമഡി പറയുന്നത് ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും വരുമ്പോ അവിടെ എന്തെങ്കിലും ഒരു കൊനിഷ്ട് പറയും. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, ഞങ്ങൾ തമ്മിൽ ഭീകര വഴക്കുണ്ടാവുമ്പോ എന്റെ എന്തെങ്കിലും ഒരു കൗണ്ടറിലാണ് പുള്ളിയുടെ കയ്യിൽ, പിന്നെ ചിരിച്ചതങ്ങ് ബാലൻസ് ആവും. സൂപ്പർ. ഇതുകൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും നമ്മൾ വിചാരിച്ചില്ല. പക്ഷെ അതൊരു രസമല്ലേ? അല്ലെങ്കിൽ നമ്മള് തല ഇങ്ങനെ പെരുത്തിരിക്കും. ആ സ്ഥലത്താണെങ്കിൽ ഒരു കോമഡി വരുന്നത് വളിപ്പാണോ വരുന്നൊക്കെ സൂപ്പർ സാധനങ്ങളാണോ? അതാ കേൾക്കുന്നത്. അത് മതി, അത്ര മാത്രം മതി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, അങ്ങനെ തന്നെ പോട്ടെ. ഇനി നമുക്ക് നമ്മുടെ പെർഫോമറെ വിളിക്കാനുള്ള സമയമാണ്. അപ്പൊ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്ന പെർഫോമർ ആരാണെന്ന് ഇനി കുറച്ച് സമയത്തിനുള്ള അറിയാം. അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം രേവതി. ഓക്കെ, സോ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. രേവതി അതായത് ഒരു യോഗ അഭ്യസിക്കുന്ന, വളരെ അതായത് നമ്മൾ പറയില്ലേ വില്ല് പോലെ വളയ എന്നൊക്കെ പറയുന്ന അല്ലെ, എല്ലുകളൊന്നും ഇല്ലാതെ വളയുന്ന ഒരു യോഗ അഭ്യാസിയാണ്. എന്തായാലും ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ ആയിട്ടാണ് നമുക്ക് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് നാഷണൽ ലെവൽ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുത്ത് 3 തവണ അല്ലെ, 3 തവണ കേരളത്തിന് വേണ്ടി വെങ്കലം കരസ്ഥമാക്കിയ ഒരു മിടുക്കത്തിയാണ്. വേറെ എന്തൊക്കെ കോമ്പറ്റീഷൻസിനാണ് മോള് പോയിരിക്കണേ? വേറെ സ്റ്റേറ്റ് 3 നാഷണൽസ് പോയി, 2 തവണ ഡൽഹി, 1 തവണ കൊൽക്കത്ത. മോളിപ്പം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പൊ 10th. ഈ ഇന്റർനാഷണൽ ലെവൽ അവിടെയൊക്കെ യോഗയ്ക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒത്തിരി കോമ്പറ്റീഷൻസ് ഉണ്ടായിട്ടുണ്ട്. സോ അതിൽ ഏതെങ്കിലും പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ പോകാനുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ടോ? ഇന്റർനാഷണലിൽ പോകാൻ കിട്ടിയായിരുന്നു, മലേഷ്യ വെച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണം പോകാൻ പറ്റിയില്ല. അതായത് നമ്മളുടെ ഒരുപാട് ഫിനാൻഷ്യൽ അതിലേക്ക് ഇൻപുട്ട് ചെയ്യണം എന്നല്ലേ. ഈ പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ എങ്ങനെയാണ്? രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റിട്ടാ? രാവിലെ 5 മണിക്ക് എഴുന്നേക്കും, എന്നിട്ട് 5:30 തൊട്ട് 6:30 വരെ പ്രാക്ടീസ് ചെയ്യും. ഈ യോഗ എന്ന് പറയുന്നതിലേക്ക് ഇത്രയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് വരാനായിട്ട് എന്താ കാരണം?
ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ടീച്ചർ ഫസ്റ്റ് എല്ലാവരെയും ചെയ്യിപ്പിച്ച് നോക്കി, കൂടെ കൊണ്ടുപോയി ചെയ്യിപ്പിച്ച് നോക്കി. അങ്ങനെ നന്നായിട്ട് ചെയ്യുന്നവരെ സെലക്ട് ചെയ്ത് പിന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് മത്സരത്തിനുണ്ടായി. പിന്നെ ഒരു ഇൻട്രസ്റ്റ് ആയി ഇതിനോട്. അങ്ങനെയാണ് വന്നത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ബോബൻ ചേട്ടാ നമ്മുടെ രേവതി കുട്ടിയോട്? മോൾക്ക് ഈ ഗവൺമെന്റിൽ നിന്നുള്ള സഹായങ്ങൾ അങ്ങനെയൊന്നും ഇല്ലേ ഈ ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഇല്ല, പോകുമ്പോൾ? അങ്ങനെയൊന്നും കിട്ടിയില്ല. പിന്നെ സ്കൂളിൽ നിന്നൊക്കെ സഹായം ചെയ്ത് അത് ആ പൈസ ഒന്നും തികഞ്ഞില്ലായിരുന്നു. ഓ അത് ശരി. അല്ല നമ്മൾ അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ ഗവൺമെന്റിനോട്? നമ്മൾ സ്പോർട്സ് വകുപ്പ് മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ല. അല്ല നമുക്കിപ്പോൾ ഈ വെങ്കലമൊക്കെ കിട്ടിയതല്ലേ, അപ്പം അതിൻ്റെ മെറിറ്റിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്തുകൂടായിരുന്നോ? നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം ഇനി. ചെയ്യണം. ഓക്കെ. അതെ, അത് നിങ്ങളുടെ നാട്ടിലുള്ള ആരോടെങ്കിലും ഈ പഞ്ചായത്തിലൊക്കെ പോയിട്ട് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ അവരുണ്ടാക്കി തരുമായിരിക്കും. നമുക്ക് അങ്ങനെ ഒരുപാട് സ്കീമുകളൊക്കെ ഉണ്ട് സ്പോർട്സ് വകുപ്പിൽ. അതെ അതെ അതെ. അപ്പോൾ അതിനെ നമ്മൾ പിന്നെ യൂസ് ചെയ്യുക, മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ വിട്ടുകളയരുത്. ഇപ്പോൾ മലേഷ്യയിൽ പോകാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഈ ഉള്ള വഴികളിലൂടെയും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക കേട്ടോ. അപ്പൊ എന്തായാലും ചേട്ടൻ പറഞ്ഞ പോലെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടിയാലോ. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രോഗ്രാം കാണുമ്പോൾ തന്നെ അതിനുള്ള ഒരു അവസരം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അമ്മയെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം അമ്മ, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ചേച്ചിയുടെ പേര് പറയൂ. എൻ്റെ പേര് രാജി. രാജി, എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? കൂലിപ്പണിക്കൊക്കെ പോകുന്നുണ്ട്. നിങ്ങളുടെ നാട്ടില് അല്ലേ? നാട് എവിടെയാ പറഞ്ഞത്? എരുമേലി. എരുമേലിയില്. ഓ ശരി, കോട്ടയം അവിടെ അല്ലേ? ശരി. മോളുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? പെയിന്റിങ് പണിയാ. പെയിന്റിംഗ് ആണ്. അപ്പോൾ ഈ യോഗയ്ക്ക് പോകാനായിട്ട് തുടക്കം മുതലേ ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്? സ്കൂളിൽ നിന്നൊക്കെ സഹായിക്കും, പിന്നെ ഞങ്ങൾ പണിക്കൊക്കെ പോയി കൊണ്ടുപോകുമായിരുന്നു. ഒറ്റ മോളാണോ? ഒരു മോനും കൂടെ ഉണ്ട്. മോനുണ്ട്. ആ മോൻ എന്ത് ചെയ്യുന്നു? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു യോഗ എന്ന് പറയുന്ന ഈ ഒരു സംഭവം മോള് ചെയ്യാൻ പോണു എന്നൊക്കെ അറിഞ്ഞപ്പോൾ, ഇത്രയും പൈസ ചെലവൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴൊക്കെ ഒരു മനസ്സിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? പിന്നെ എല്ലാവരുടെ സഹായവും സ്കൂളുകാരുടെ സഹായമൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ടുപോയി മുന്നോട്ട്. വീടും കാര്യങ്ങളൊക്കെ പറമ്പൊക്കെ ഉണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് വീടൊന്നും ഇല്ല. ഇപ്പം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഇപ്പം മുഴുവൻ നനയുമായിരുന്നു. ഇപ്പൊ പണിതുകൊണ്ടിരിക്കുക, ഷീറ്റ് കയറ്റിയിട്ടോണ്ടിരിക്കുക. അത് ശരി. അപ്പൊ വീട്ടില് എങ്ങനെയാ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാ ചെയ്യാ? മുറ്റത്താ ചെയ്യുന്നത്. മുറ്റത്ത് രാവിലെ എണീറ്റിട്ട് അങ്ങനെ ചെയ്യും അല്ലേ? ശരി. അപ്പോൾ ഇതൊരു കുറച്ച് കഴിയുമ്പോൾ ഒരു ജോലിയായിട്ട് നമ്മുടെ മോൾക്ക് കൊണ്ടുപോകാനുള്ളൊരു സ്പേസ് ഉണ്ട് ഈ യോഗയ്ക്ക്. അപ്പൊ അതിലൊരു പ്രതീക്ഷയുണ്ടോ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി? ഉണ്ട്, ഒത്തിരി പ്രതീക്ഷയുണ്ട്. ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു സപ്പോർട്ട് അമ്മയുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇന്ന് ഇവിടെയും വന്നിരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിലേക്ക് രേവതിയെ കൊണ്ടുവന്നതിന്. അച്ഛനോടും വീട്ടിലെല്ലാവരോടും അന്വേഷണം അറിയിക്കുക. താങ്ക് യു. അപ്പൊ നമുക്ക് പെർഫോമൻസ് കാണാം അല്ലേ? രേവതി, എന്താണ് നമുക്ക് വേണ്ടി യോഗയിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള സെഗ്മെന്റ് ആണോ? ആർട്ടിസ്റ്റിക് യോഗ. ആർട്ടിസ്റ്റിക് യോഗ. ഡിഫിക്കൽട്ട് യോഗാസനാസ് ചേർന്ന്. അതെ. എത്ര യോഗാസൻസ് കമ്പൈൻ ചെയ്തിട്ടാണ്? അത് ഒരു 10-15 എണ്ണം ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.
എന്താ പറയാറുള്ളത്? ചേച്ചി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആദ്യം നമ്മളിപ്പം ഇതിന്റെ ഫസ്റ്റ് സെഗ്മെന്റ് നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു. ഇത് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ വാവ് പൊളച്ചിരിക്കുകയായിരുന്നു. ഒന്നാമത് എന്റെയൊക്കെ നടുവൊക്കെ പോയ കേസാ. അപ്പൊ അവളിങ്ങനെ ആ ട്വിസ്റ്റും ടേണൊക്കെ വരുമ്പോഴേ എനിക്ക് എന്റെ ബോഡിയിൽ നമ്മുടെ ശരീരം നമുക്കിങ്ങനെ ഞാനിത് കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. എക്സലന്റ് മോളെ, നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അടിപൊളി ഒരു പെർഫോമൻസ് നമുക്ക് വേണ്ടി കാഴ്ചവെച്ചതിൽ ഒരുപാട് സന്തോഷം. അത് മാത്രമല്ല ഒരു നിഷ്കളങ്കമായ ചിരി ഇങ്ങനെ ത്രൂ ഔട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വളരെ ഒരു ചിരി, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ. ഏത് പെർഫോമൻസിന് നമ്മളെ ഫേസ് എക്സ്പ്രഷനും കൂടി ഭയങ്കര മസ്റ്റാണ്. അതെ, കറക്റ്റ് കറക്റ്റ്. അപ്പൊ അത് നമുക്ക് ആ ഏത് പെർഫോമൻസ് ആണ്, പാട്ടാണെങ്കിലും ഏതിനാണെങ്കിലും അത് വളരെ ഒരു നമ്മൾക്ക് ആ ചിരി ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു പെർഫോമൻസ് റെഡ് കാർപ്പറ്റിന്റെ വേദിയിലൂടെ നമ്മുടെ പ്രേക്ഷകർക്കും ഞങ്ങൾക്കും ഒക്കെ കാണാൻ സാധിച്ചതിൽ. അപ്പൊ ഇനി ഒരു സമ്മാനമുണ്ട്, അത് ഞാൻ എടുത്തിട്ട് വരാം. ഇവരായിരിക്കും അത് തരാം. ഓക്കെ. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ആഗ്രഹിച്ച പോലെ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻസിലൊക്കെ എത്തിപ്പെടാൻ സാധിക്കട്ടെ. അതിനുള്ളൊരു വഴി ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോഗ്രാം കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മുടെ രേവതിയെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ഒരു മനസ്സ് ആർക്കെങ്കിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് അമ്മയുടെ ആഗ്രഹം പോലെ അമ്മ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നു. ഇതുകൊണ്ട് രേവതിക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റുന്ന അമ്മയുടെ ഒരു വിശ്വാസമൊക്കെ ദൈവം കാക്കട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഇനി അടുത്തൊരു സ്റ്റേജിൽ അടുത്തൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ രേവതിയെ കണ്ടുമുട്ടട്ടെ. ഓക്കെ, യെസ്. അപ്പോൾ ഗോഡ് ബ്ലെസ് യു. ആൻഡ് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ബോബൻ ചേട്ടൻ ആൻഡ് രശ്മി ചേച്ചി. നിങ്ങളുടെയും കുറേ, അതായത് ആ ഒരു സെലിബ്രേഷൻ മൂഡിൽ തന്നെ നിങ്ങളും ഞങ്ങളുടെ ഷോയിനെ കൊണ്ടുപോയി. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം അല്ലേ? ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്.